ശിവസേനയെ തകർത്ത് ബി.ജെ.പിയുടെ സഹായത്തോടെ മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ മൂന്നാം തവണയും കല്യാൺ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുകയാണ്. ശിവസേന പിളരാതെ ഒറ്റ പാർട്ടിയായപ്പോഴായിരുന്നു കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയിച്ചത്. ഇപ്പോൾ ശിവസേന 2 പാർട്ടികളായി മാറിയിരിക്കുന്നു. ഉദ്ധവ് താക്കറെയാണോ അതോ ഏകനാഥ് ഷിൻഡെയാണോ ബാലാസാഹേബ് താക്കറെയുടെ പാരമ്പര്യത്തിന് അർഹരെന്ന് മറാഠിയ ആധിപത്യമുള്ള കല്യാൺ സീറ്റിലെ വോട്ടർമാർ തീരുമാനിക്കാനിരിക്കുകയാണ്. 2009 താനെ ലോക്സഭാ സീറ്റിൽ നിന്നും വേർപെടുത്തിയ കല്യാൺ ലോക്സഭാ സീറ്റിൽ ഇതുവരെ നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും ശിവസേന NCPയെ തുടർച്ചയായി പരാജയപ്പെടുത്തിയിരുന്നു. ശിവസേനയെപ്പോലെ NCPയും ഇപ്പോൾ 2ആയി പിരിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ശിവസേന ഉദ്ധവ് വിഭാഗം വൈശാലി ദാരേക്കർ റാണയെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ ഗുജറാത്തി, രാജസ്ഥാനി, അതുപോലെ ഉത്തരേന്ത്യൻ മുസ്ലിം വോട്ടർമാരും ധാരാളം ഉണ്ടെങ്കിലും ജയപരാജയം മറാഠികളുടെ കൈകളിലാണ്. ഈ മേഖലയിൽ, അതായത് പ്രത്യേകിച്ച് ഗുജറാത്തി, രാജസ്ഥാനി വോട്ടർമാരിൽ ബി.ജെ.പിക്ക് നല്ല സ്വാധീനമുണ്ട്. ഷിൻഡെയുടെ മകനുമായി ഏറെ നാളായി ബി.ജെ.പിക്ക് അത്ര സുഖകരമല്ലാത്ത ബന്ധമാണുള്ളത്. ഈ മണ്ഡലത്തിൽ വരുന്ന 6 അസംബ്ലി സീറ്റുകളിൽ ഉല്ലാസ്നഗർ, കല്യാൺ ഈസ്റ്റ്, ഡോംബിവാലി എന്നീ സീറ്റുകൾ ബി.ജെ.പി കൈവശപ്പെടുത്തിയപ്പോൾ ശിവസേനയ്ക്ക് ഒരു അംബർനാഥ് സീറ്റ് മാത്രമാണുള്ളത്. കല്യാൺ റൂറൽ സീറ്റ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും മുസ്ലിം ആധിപത്യമുള്ള മുംബൈ കൽവ NCP ശരത് പവാർ വിഭാഗവുമാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്. 3 MLA-മാരുള്ളതിനാൽ ഇത്തവണ കല്യാൺ സീറ്റിൽ ബി.ജെ.പി അവകാശവാദം ഉന്നയിക്കുകയും സംഗതി ചൂടുപിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ തീരുമാനം ഷിൻഡെക്ക് അനുകൂലമായി വരികയായിരുന്നു. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയെ അപമാനിക്കാൻ ആഗ്രഹിക്കാത്തതിനാലാണ് ബി.ജെ.പി കല്യാൺ സീറ്റ് ഉപേക്ഷിച്ചത് എന്നതാണ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പോലും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ബി.ജെ.പി ടിക്കറ്റ് ആഗ്രഹിച്ച നേതാക്കളും അവരുടെ അനുയായികളും ഷിൻഡെയുടെ മകനെ സ്വീകരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് കല്യാൺ മണ്ഡലത്തിൽ ഷിൻഡെയുടെ മകൻ പരാജയപ്പെടുകയാണെങ്കിൽ ഒരു പൊട്ടിത്തെറി മഹാരാഷ്ട്രയിൽ ഉറപ്പാണ്.